കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നീ പോയി അവനോട് വരാൻ പറയും. ഞാൻ വിളിക്കുന്നു പറഞ്ഞാൽ മതി. ശരി സർ. സാറിനെ അന്വേഷിച്ചെന്ന് രഘു പറഞ്ഞു. എനിക്ക് പ്രിയനോട് മാത്രമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതാ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. എന്താ സർ? ഈ ഗാർമെന്റ്സിന്റെ ഓരോ മുക്കിലും മൂലയിലും എന്റെ കണ്ണെത്തുന്ന് PKR സാറും മുക്ത മാഡവും ഇടയ്ക്കിടയ്ക്ക് പറയും. അതെനിക്കൊരു കോംപ്ലിമെന്റ് തന്നെയാ. എന്നാലും എന്റെ കണ്ണിപ്പെടാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ടാവും, അല്ലേ പ്രിയ? എനിക്കങ്ങനെ തോന്നുന്നില്ല സർ. ഇതിനകത്തുകൂടി ഒരു ഈച്ച പറന്നു പോയാ അതുപോലും കരുണാകരൻ സാറ് കാണുമെന്ന് ഞങ്ങൾ എല്ലാരും പറയും. സാർ അറിയാത്ത ഒന്നും ഈ ഗാർമെന്റ്സിൽ നടക്കില്ല. എന്റെ കണ്ണ് കെട്ടാൻ കഴിവുള്ള മിടുക്കന്മാര് ഈ ഗാർമെന്റ്സിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ? ആര്? അതാണ് എനിക്കും അറിയേണ്ടത്. ഈ സ്ഥാപനത്തിൽ എന്റെ കണ്ണ് കെട്ടാൻ മാത്രം കഴിവുള്ള മിടുക്കൻ ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ ഒരാൾ ഈ സ്ഥാപനത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രിയന്റെ കണ്ണിപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഈ എന്നെ പോലെ തന്നെ പ്രിയന്റെ കണ്ണുകളും ഈ ഗാർമെന്റ്സിന്റെ മുക്കിലും മൂലയിലും എത്താറുണ്ട്. സർ, എനിക്ക് മനസ്സിലായില്ല. പ്രിയനും മോഹനൊക്കെ തരുന്ന പ്രൊഡക്ഷൻ ലിസ്റ്റ് ഞാൻ കൃത്യമായി ചെക്ക് ചെയ്യാറുണ്ടെന്ന് പ്രിയൻ അറിയാലോ. പ്രൊഡക്ഷൻ ലിസ്റ്റും കയറ്റി അയച്ച ഡ്രസ്സിന്റെ ലിസ്റ്റും എടുത്തു നോക്കുമ്പോൾ കുറച്ച് ദിവസമായി ഷോർട്ടേജ് കാണുന്നു. ചെക്ക് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സ് ആരോ ഇവിടുന്ന് അടിച്ചു മാറ്റുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ഇത് പ്രിയന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോന്നറിയാനാ ഞാൻ പ്രിയനെ വിളിപ്പിച്ചത്. ആരായിരിക്കും ഇത് ചെയ്യുന്നത്? പ്രിയന്റെ അഭിപ്രായം എന്താ? സാറിന്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ. തട്ടിപ്പ് നടത്തിയാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്നും ജോലി പോവുമെന്നും കുടുംബം പട്ടിണിയാവുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആരും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ജോലി കഴിഞ്ഞു പോകുമ്പോ എല്ലാരെയും ചെക്ക് ചെയ്യാറുമുണ്ട്. മടിക്കുത്തും ബാഗും ലഞ്ച് ബോക്സും അടക്കം പരിശോധിക്കാറുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോ ഷോർട്ടേജ് ഉണ്ട്. തെളിവില്ലാതെ ആരെയും സംശയിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ പ്രിയനോട് ഞാൻ ഈ കാര്യം സംസാരിക്കാന്ന് വെച്ചത്. ഇവിടെ ജോലി ചെയ്യുന്ന ആരുമല്ല, അത് ഉറപ്പാ. പുറത്തുനിന്നും ആൾക്കാർ വരാറുണ്ടല്ലോ, മെയിന്റനൻസും എക്യുപ്മെന്റ് റിപ്പയറിനും ഒക്കെ ആയിട്ട്. എക്സ്പോർട്ട് കോളേജ് ഡ്രസ്സ് കണ്ടപ്പോ അവരടിച്ചു മാറ്റിയതായിരിക്കും. ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അവരാരെയും ചെക്ക് ചെയ്യാറില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രിയന്റെ മനസ്സിലുണ്ടാവണം. സംശയം തോന്നുന്ന രീതിയിൽ ആരെങ്കിലും കണ്ടാൽ ഒന്നും ആലോചിക്കണ്ട, പിടിച്ചെന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തരണം. ശരി, പ്രിയം പോയിക്കോ. പോകുമ്പോ ജനറേറ്റർ റൂമിൽ കയറി ഡീസൽ എത്രയുണ്ടെന്ന് നോക്കണം. ശരി സർ. അടിക്കില്ല സാറേ, അടിക്കില്ല സാറേ, ഞാൻ പറയട്ടെ സാറേ, സാർ പറയട്ടെ സാറേ, വിട് സാറേ, സാർ എന്നെ ഒന്ന് ചെയ്യണം സാറേ, സാറേ സാറേ വിട് സാറേ, സാറേ ഞാൻ പറയട്ടെ സാറേ. ആരേവൻ? കള്ളൻ. കള്ളനോ? ഇവന്റെ ബാഗായത്. ഞാൻ കാണുമ്പോ ഇവൻ ഈ ബാഗിൽ ഡ്രസ്സൊക്കെ വാരി നിറക്കായിരുന്നു. നീ കക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി. ഈ ഗാർമെന്റ്സിന്റെ ഓളിനോളും ഞാനാ. ഇവിടെ മോഷണം നടത്തുന്നവർക്കെല്ലാം, അത് ഇവിടുത്തെ ജോലിക്കാരായാലും പുറത്തുനിന്ന് വന്ന പെരുങ്കള്ളനായാലും, ശിക്ഷ ഒന്നാ. നീ ഇതിനകത്തുനിന്ന് 2 കാലിൽ തിരിച്ചു പോവില്ല.
രഘു ഇങ്ങോട്ട് വാടാ. സാറേ വേണ്ട സാറേ, സാറേ. മൂന്ന് നിക്കണം. സാറേ ഞാൻ ശബ്ദവും സാറേ. സാറേ ഇനി ഇത് ആവർത്തിക്കില്ല സാറേ, ആവർത്തിക്കില്ല. നിന്നെ നിർത്ത്. വേണ്ട. പട്ടാപ്പകല് ഇത്രയും ജോലിക്കാരും ഓഫീസ് സ്റ്റാഫും ഞാനും എല്ലാവരും ഇവിടെ ഉള്ളപ്പോ ഇവൻ ഇവിടെ മോഷ്ടിക്കാൻ കയറിയെങ്കിൽ ഉറപ്പാ ഇവിടെ ആരോ ഇവനെ സഹായിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആരോ ഇവന് മോഷ്ടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവനെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അവനും എന്റെ കൈ കിട്ടണം. പറയടാ, ഇവിടെ ആരാ നിന്നെ സഹായിക്കുന്നേ? പറയാനല്ലേ പറഞ്ഞേ? പറയടാ. ഇവനൊരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ സാറേ. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ ഇവനല്ല ഇവന്റെ മറ്റവൻ വരെ വാതുറക്കും. വേണ്ട സാറേ, വേണ്ട. സത്യം പറടാ, സത്യം പറയുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ തന്നെ ഇവിടെ എത്തി ഞാൻ തീർക്കും. പറടാ, ആരാ നിനക്ക് മോഷ്ടിക്കാനുള്ള സഹായം ചെയ്തു തന്നെ? പറടാ, പറയടാ. വേണ്ട സാറേ, ഞാൻ പറയാം. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് പാർവതിയാ. പാർവതിയോ? നീ ആരെ പൊട്ടനാക്കാൻ നോക്കുന്നേ? പാർവതിയുടെ ജോലിക്ക് വന്നിട്ടേ ഒരു മാസമായിട്ടുള്ളൂ. ഇവിടെ ജോലി ചെയ്യുന്നവരെയും ഹോസ്റ്റലിൽ ഇവളുടെ കൂടെ താമസിക്കുന്നവരെ അല്ലാതെ ഈ ടൗണിൽ വേറെ ആരെയും പാർവതിക്ക് പരിചയമില്ല. ഒരു പാവത്തിന്റെ പേര് പറഞ്ഞ് നീ രക്ഷപ്പെടാന്ന് കരുതണ്ട. സത്യം പറയുന്നത് നിനക്ക് നല്ലത്. ആരെ രക്ഷിക്കാനാ നീ പാർവതിയെ കുറ്റക്കാരിയാക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. ഫുട്പാത്തിൽ തുണിത്തരങ്ങൾ വിൽക്കുന്നതാ എന്റെ ജോലി. പാർവതി എന്നെ കാണാൻ വരികയായിരുന്നു. നല്ല വില കൂടിയ തുണിത്തരങ്ങൾ ഞാൻ സംഘടിപ്പിച്ചു തരാം, വിറ്റ് കിട്ടുന്നതിൽ പകുതി എനിക്ക് തന്നാ മതിയെന്നും പറഞ്ഞു. ഇതിനു മുമ്പും പാർവതിയുടെ സഹായത്തോടെ ഇവിടെ വന്ന തുണിത്തരങ്ങൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. പാർവതിയുടെ സഹായത്തോടെയാണല്ലോ നീ ഈ ഡ്രസ്സൊക്കെ മോഷ്ടിച്ചത്. അതെ സാർ. ഇവരിൽ ആരാ പാർവതി? പറ. നിനക്കെല്ലാ ഒത്താശയും ചെയ്തെന്ന പാർവതി ഈ കൂട്ടത്തിൽ ആരാണ്? ഇതാണോ? ഇവളാണോ? അതോ ഇവളാണോ? പാർവതി നിനക്ക് തുണിത്തരങ്ങൾ സംഘടിപ്പിച്ച് തരുന്നു. അത് വിറ്റ് കിട്ടുന്ന കാശ് നിങ്ങൾ 50-50 എടുക്കുന്നു. അങ്ങനെയല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് ഈ കൂട്ടത്തിൽ പാർവതിയെ തിരിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ലേ? പാർവതി ഞാൻ പരിചയപ്പെട്ടിട്ട് ഏകദേശം 1 മാസം ആയില്ലേ സാർ. പാർവതിയെ കണ്ടാൽ തിരിച്ചറിയാൻ എനിക്കൊരു പ്രയാസവും ഇല്ല.